ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് MG യൂണിവേഴ്സിറ്റിയിലെ BCA കോഴ്സിൻ്റെ മാത്സിലെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ്. അതിനകത്തിലെ വോഗേഴ്സ് അപ്രോക്സിമേഷൻ മെത്തേഡ് അഥവാ വാം അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ NCM അഥവാ നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ ചെയ്ത പോലെ തന്നെ സപ്ലൈ ഈക്വൽ ഡിമാൻഡ് ചെയ്ത് TP ബാലൻസ്ഡ് ആണോ എന്ന് നോക്കണം. നോർത്ത് വെസ്റ്റ് കോർണർ റൂളിലാകുമ്പോൾ ആദ്യം 2 എടുത്ത് ചെയ്യുമായിരുന്നു. ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി ആകുമ്പോൾ ഇതിൽ ഏറ്റവും ചെറുതെടുത്ത് ചെയ്യുമായിരുന്നു. ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് വാം മെത്തേഡാണ്. വാം മെത്തേഡിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഓരോ റോസ്, ഇങ്ങനത്തെ ഓരോ കോളംസ്, ഇങ്ങനത്തെ ഓരോ റോസിലെയും ഇങ്ങനത്തെ ഓരോ കോളംസിലെ ഏറ്റവും ചെറുതും അത് കഴിഞ്ഞിട്ടുള്ള ചെറുതും. ഇപ്പം എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഈ കോളത്തിൽ ഈ നമ്പേഴ്സിൽ ഏറ്റവും ചെറുത് 1 ആണ്, അത് കഴിഞ്ഞുള്ള ചെറുത് 2 ആണ്. ഇത് തമ്മിൽ മൈനസ് ചെയ്യണം, അതായത് 2 - 1 എന്ന് ചെയ്യണം. അപ്പോൾ ഒരു വാല്യൂ കിട്ടും 1. അതിവിടെ എഴുതണം. ഇങ്ങനെ വേർതിരിച്ചറിയാൻ വേണ്ടി തന്നെ ഇങ്ങനെ 2 വര വരച്ചോ, കുഴപ്പമില്ല. ഇവിടെ 2ഉം 1ഉം തമ്മിൽ നമ്മൾ മൈനസ് ചെയ്ത് 2 - 1 1. അതുപോലെ തന്നെ ഈ കോളത്തിൽ ഏറ്റവും ചെറുത് 3 ആണ്, അത് കഴിഞ്ഞുള്ള ചെറുത് 4. 4ൽ നിന്ന് 3 പോയാൽ 1. 1 എഴുതാം, 1 ബ്രാക്കറ്റിലിട്ട് എഴുതാം കേട്ടോ. അത് കഴിഞ്ഞ് ഈ കോളത്തിലെ ഏറ്റവും ചെറുതാ 1, അത് കഴിഞ്ഞ് 2, 2ൽ നിന്ന് 1 പോയാൽ 1. അടുത്തത് എന്തുവാ? ഈ ഓരോ റോസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ റോയിലെ ഏറ്റവും ചെറുത് 2 ആണ്, അത് കഴിഞ്ഞുള്ള ചെറുത് 4. അപ്പം 2ൽ നിന്ന് 4 പോയാൽ 2. അടുത്ത ഈ റോയിൽ ഏറ്റവും ചെറുത് 1, അത് കഴിഞ്ഞുള്ളത് 3. അപ്പം 1 3, 1ൽ നിന്ന് 3 പോയാൽ 2. ഈ റോയിൽ ഏറ്റവും ചെറുത് 4, അത് കഴിഞ്ഞ് 5, 5ൽ നിന്ന് 4 പോയാൽ 1. ഈ റോയിൽ ഏറ്റവും ചെറുത് 2, അത് കഴിഞ്ഞ് 1. അപ്പോൾ 1ൽ നിന്ന് 2, 2ൽ നിന്ന് 1 പോയാൽ 1. ഇങ്ങനെ ചെയ്യണം. വലുതിൽ നിന്ന് വേണം ചെറുത് കുറയ്ക്കാൻ കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി സപ്ലൈ ഡിമാൻഡ് ഈക്വൽ ആണോ നോക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ്. ഇത്രയും നമ്മൾ ചെയ്യണം. ഇനിയും ഓരോ തവണയും ചെയ്യണം കേട്ടോ. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പോലെ വെട്ടി 0 ചെയ്യുന്ന പോലെ ചെയ്യത്തില്ല, അതുപോലെ ചെയ്യാം. ഇതെങ്ങനെയാണ് ഇനിയും അടുത്ത മെത്തേഡ് നമ്മൾ ഏത് ഫസ്റ്റ് എടുക്കണം എന്നൊരു ഡൗട്ട് വരും. അങ്ങനെ ചെയ്യാനാണ് ഇവിടെ നമ്മൾ ഏറ്റവും വലുത് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്, റിമൈൻഡർ പോലെ ചെയ്ത് വെച്ചേക്കുന്നതിൽ ഏറ്റവും വലുത്. ഇപ്പോൾ 1ൽ കൂടുതൽ വലുതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് 2 2ഉം ബാക്കിയെല്ലാം 1ഉം ആവുള്ളത്. അപ്പോൾ ഞാൻ 2 സെലക്ട് ചെയ്യാം. ഈ 2 ഞാൻ ആദ്യം സെലക്ട് ചെയ്യാം. ഈ 2ന് നേരെയുള്ള റോയും ഇതിലേറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ൻ്റെ സപ്ലിയും ഡിമാൻഡും നോക്കണം. ഡിമാൻഡ് എഴുതിയിട്ടില്ല. ഡിമാൻഡ് സപ്ലിയിലും ചെറുത് ഏതാണെന്ന് നോക്കണം. 5 ഉണ്ട് 7 ഉണ്ട്. ചെറുത് 5 ആയതുകൊണ്ട് 5 അലോക്കേറ്റ് ചെയ്യുക. നേരത്തെ 2 മെത്തേഡിലെ പോലെ 0 ആക്കുക. 7ൽ നിന്ന് 5 കളയണം. 2 ഇവിടെ 2 വരും. അത് കഴിയുമ്പോൾ 0 വരുന്ന കോളം നേരെ വെട്ടണം. പിന്നെ ഇനി ഇവിടെ ഒന്നുമില്ല. അവിടെ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. അവിടെ അപ്പം അങ്ങനെ ആ സ്പേസിൽ ഒന്നുമില്ല. ഇനി അവിടെ എംറ്റിയാണ്. അവിടെ ഇനി നമുക്ക് ഈ 2 പോലെ ഒരു സാധനവും കിട്ടത്തില്ല. ഇനി അതുപോലെ തന്നെ അടുത്തത് വീണ്ടും ചെയ്യണം. ഇതുപോലെ തന്നെ 3ൽ നിന്ന് 1 പോയാൽ 2, 4ൽ നിന്ന് 5, 5ൽ നിന്ന് 4 പോയാൽ 1, 2ൽ നിന്ന് 1 പോയാൽ 1. താഴെ അതുപോലെ തന്നെ 5 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്. 3ൽ നിന്ന് 1 പോകണം 2, 4ൽ നിന്ന് 3 പോയാൽ 1, 2ൽ നിന്ന് 1 പോയാൽ 1. ഇത്രയും ചെയ്തിട്ട് ഇതിൻ്റെ ഏറ്റവും വലുത് ഈ 2 കൊണ്ട് ഈ 2 കൊണ്ട് ഇഷ്ടമുള്ള 2 എടുക്കാം. ഞാൻ ഈ 2 ആണ് എടുക്കുന്നത്. ഈ 2 എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിലേറ്റവും ചെറുത് 1 ആണ്. ഈ 1ലേക്ക് നമ്മൾ 8 ഉണ്ട്, 18 ഉണ്ട്. ഞാൻ 8 കൊടുക്കുക. ഈ 1ൻ്റെ ലൊക്കേഷൻ 8 കൊടുത്തിട്ട് 18 8/0 ഇവിടെ 10 വരും. ഇവിടെ 0 വരുന്നത് നേരെ വെട്ടണം. പിന്നെ ഇതുപോലെ തന്നെ ചെയ്യണം. ഇനിയിപ്പോൾ ഇവിടെ നമ്പറൊന്നുമില്ല. നേരത്തെ ഇവിടെ നമ്പറൊന്നുമില്ല, ഇവിടെ നമ്പറൊന്നും. ഇനി ഇത് മൈനസ് ചെയ്യണം. 5ൽ നിന്ന് 4 പോയാൽ 1, 2ൽ നിന്ന് 1 പോയാൽ 1. നേരെ താഴെ 5ൽ നിന്ന് 1 പോയാൽ 4, 6ൽ നിന്ന് 4 പോയാൽ 2, 7ൽ നിന്ന് 2 പോയാൽ 5. ഇതിൽ ഏറ്റവും വലുത് 5 ആണ്. അപ്പോൾ ഇത് നോക്കണം. 7ഉം 2ഉം ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ 2 ആണ്. 2ന് 14 ഉണ്ട്, 10 ഉണ്ട്. 10 അലോക്കേറ്റ് ചെയ്യുക. 0 4 0 വരുന്ന കോളം നേരെ വെട്ടണം. ഇനിയിപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇവിടെ 5ൽ നിന്ന് 1 പോയാൽ 4, ഇവിടെ 6ൽ നിന്ന് 4 പോയാൽ 2, നേരെ 5ൽ നിന്ന് 4 പോയാൽ 1. ഇവിടെ നേരെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. 6ൽ നിന്ന് 1 പോയാൽ 5, ഇവിടെ 5 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ നമ്പർ 5 ആണ്. 5ന് നേരെ വരണം. ഈ റോയാണ് വരുന്നത്. ഈ റോയിൽ ഏറ്റവും ചെറുത് 1 ആണ്. 1ന് 2 ഉണ്ട്, പിന്നെ അത് 4 ഉണ്ട്. 2 അലോക്കേറ്റ് ചെയ്യുക. 0 4ൽ നിന്ന് 2 പോയാൽ 2. ഇനി 0 വന്നാൽ കോളം മൊത്തം വെട്ടുക. ഇനി ഇവിടെ ഒന്നുമില്ല. 6ൽ നിന്ന് 4 പോയാൽ 2 തന്നെ വരും. ഇവിടെ ഒന്നുമില്ല.
ഇനി നമുക്ക് ഇവിടെ ആകെ 4 ഉണ്ട്. ഇവിടെ ഇനി മൈനസ് ചെയ്യാനൊന്നുമില്ല, ഇവിടെ മൈനസ് ചെയ്യൊന്നുമില്ല. ഇവിടെ 4 ഉണ്ട്, 4 അതുപോലെ തന്നെ എഴുതണം. ഇവിടെ 6 ഉണ്ട്, 6 അതുപോലെ തന്നെ എഴുതണം. ഈ 6 ആണ് ഇനിയും വരുന്നത്. 6 ഏറ്റവും വലുത്. ഇവിടെ 6 തന്നെ വരുമ്പം 2 ഉണ്ട്, 9 ഉണ്ട്. 2 അലോക്കേറ്റ് ചെയ്യുക. 2 അലോക്കേറ്റ് ചെയ്ത് 0 വന്നു. 9ൽ നിന്ന് 2 പോകണം. അപ്പോൾ 7 വരും. ഇവിടെ 7 ഉണ്ട്. അപ്പോൾ ഇവിടെ 0 വന്ന കോളം ഇതാണ്, ഇതങ്ങ് വിട്ടണം. ഇനി ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. 4 ഉണ്ട്. ഇവിടെ 4 വരുന്നത് കേട്ടോ, കാരണം ഇവിടെ ഇനി ഒന്നുമില്ല. ഇവിടെ ആകെ 4, ഇവിടെ ആകെ 4. ഈ 4 വരുന്ന അവിടുത്തെ നേരെയുള്ള നമ്പർ. ഇവിടെ 4 ഉണ്ട്, 7 ഉണ്ട്, 7 ഉണ്ട്. 7 അലോക്കേറ്റ് ചെയ്യുക. സെയിം നമ്പറാണ് 0, 0. കഴിഞ്ഞു. ഇതാണ് വാം മെത്തേഡ്. ഇനി നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? നേരത്തെ ചെയ്ത പോലെ അലോക്കേഷനുള്ള ബോക്സിലെ അലോക്കേഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 5 പ്ലസ് 1 × 8 പ്ലസ് 4 × 7 പ്ലസ് 1 × 2 പ്ലസ് 6 × 2 പ്ലസ് 2 × 10. 80 ആണ് ആൻസർ വരുന്നത്.